നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറാണ്, 12ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിച്ചിരുന്ന വ്യാഴം 12ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്നൊരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് ദൈവാധീനത്തിരി കുറവായി ആണ്. അത് കാരണം കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു മന്ദത ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. 12ാം തീയതിക്ക് ശേഷം ബുധശുക്ര യോഗം വരും. അപ്പം പൂർവ്വപുണ്യ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രൻ കൂടി ബുധനോട് ചേരും. സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ നിപുണായോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ തന്നെ സാന്നിധ്യം ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പൊതുവെ കർമ്മസംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും വീട് വിട്ട് നിന്ന് അന്യദേശത്ത് തൊഴിലെടുക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത്. കാരണം 4ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ കേതു പാപഗ്രഹങ്ങൾ 4ാം ഭാവത്തിൽ നിന്ന് വീട് വിട്ട് നിൽക്കുക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. 5ാം ഭാവാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് കലാപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാണുന്നുണ്ട്. നിപുണായോഗം ഉള്ളത് കാരണം കൊണ്ട് തന്ത്രപരമായിട്ട് വളരെ ആലോചിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സർവാഭിഷ്ട സ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. കാരണം ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും, അതേപോലെ തന്നെ 12ൽ വ്യാഴം നിൽക്കുന്ന കാരണം ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണം അനുഭവിക്കാൻ യോഗമുള്ളപ്പോഴും ദൈവാധീനക്കുറവ് കൊണ്ട് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ്. വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവർക്കും കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം പറഞ്ഞുകൂടാ. കാരണം 4ലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും 4ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കുക, അങ്ങനെയുള്ള ചെറിയൊരു കാര്യത്തിന് ദോഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഹൃദയ സംബന്ധമായിട്ട് ആ ഭാഗത്തുള്ള വേദന, വിഷമങ്ങൾ, രോഗങ്ങളുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദേഷ്യം കൂടും, ഇടത്തിയാട്ടം കൂടും, അതുപോലെ തന്നെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കർമ്മസംബന്ധമായിട്ട് തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാഹു പൂജ ചെയ്യുക, അതല്ലെങ്കിൽ നാഗപൂജ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനും വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനൊക്കെ യോഗമുണ്ട്. അതേസമയത്ത് ഈ പറയുന്ന പ്രാർത്ഥനയോ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരികയും മാനസിക ടെൻഷൻ, ദാമ്പത്യ സുഖക്കുറവും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് നിൽക്കാനിട വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 7ാം ഭാവാധിപതി 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ 7ാം ഭാവാധിപതി 12ലാണെങ്കിൽ പോലും ആ ശുക്രൻ്റെ ഇഷ്ടഭാവസ്ഥിതിയുള്ള കാരണം എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. കലാപരമായ മേഖലയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കൊക്കെ യോഗമുണ്ട്. പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പ്രാർത്ഥന, പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വലിയ തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ മാസം ജൂൺ മാസത്തിൽ വേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല വഴിപാട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.